ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് ഞാനൊരു മീൻ പൊരിക്കണ വീഡിയോ കേട്ടോ. അത് മീൻ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെയ്മീനാട്ടോ, നല്ല ടേസ്റ്റുള്ള മീനാണ്. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. പിന്നെ 2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത്യാവശ്യം 1 കിലോൻ്റെ അടുത്ത് മീനുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്കുള്ള എരിവിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ 1 സ്പൂണ് മഞ്ഞൾപ്പൊടി, കുഞ്ഞ് സ്പൂണാണ്, അതുകൊണ്ട് 1 സ്പൂണാക്കിയിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ മഞ്ഞൾപ്പൊടി. പിന്നെ ഇത് നന്നായിട്ട് തിരുമ്മി വെക്കുക കേട്ടോ. ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും കൂടി ആ മീനിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് 1 തണ്ട് കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് തിരുമ്മി വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ആവശ്യത്തിനുള്ളതിൽ മാത്രമാണ് കേട്ടോ ഉള്ളി വെളുത്തുള്ളിയൊക്കെ അരച്ച് കൂട്ടുക. കുറച്ച് കോരി എടുത്തിട്ട് ഒരു പാത്രത്തിലിട്ട് കുറച്ച് 2-3-4 വെളുത്തുള്ളിയും പിന്നെ ഒരു പിടി ചെറിയ ഉള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ കുറച്ച് വലിയ ജീരകം കേട്ടോ, പിന്നെ കുറച്ച് കുരുമുളകും, 1 സ്പൂണ് കുരുമുളകും, അതൊക്കെ കൂടി ഇട്ടിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പിന്നെ ഗരം മസാല അര സ്പൂണ് ഗരം മസാല എടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചിട്ട് മീനിൽ തിരുമ്മി 1-2 മണിക്കൂർ കഴിഞ്ഞ് പൊരിച്ചെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കഷ്ണം മീനിലാട്ടോ അങ്ങനെയൊക്കെ ഇടുള്ളൂ. മത്തി എന്തൊന്നും വറക്കുമ്പോൾ ഗരം മസാല ഇഞ്ചി അതൊന്നും ഇടൂല, വെറും വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇടുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് എല്ലായിടത്തും ആവാൻ വേണ്ടിയിട്ട് നന്നായി ഇളക്കി ഫ്രിഡ്ജിലൊരു കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ വെച്ചാൽ നല്ല സെറ്റായി കിട്ടും. പുറത്ത് വെക്കുകയാണെങ്കിൽ കുറച്ചധികം നേരം വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിട്ട് നമ്മൾ വെക്കും തോറും ടേസ്റ്റ് കൂടും. മസാല അതിലിങ്ങനെ ഉപ്പും മുളകൊക്കെ നന്നായി പിടിക്കണ്ടേ, അങ്ങനെ പിടിച്ചിട്ട് പൊരിക്കുക കേട്ടോ. എന്താ എണ്ണ ഒഴിക്കണുണ്ട്, ചട്ടി വെച്ച് ചൂടാവുമ്പോൾ വെളിച്ചെണ്ണയിലാട്ടോ ഞാൻ മീൻ വറുക്കണത്. ഓയിലല്ല, വെളിച്ചെണ്ണയിലാണ്. നമ്മൾ ഏത് എണ്ണ യൂസ് ചെയ്യണമെങ്കിൽ അത് ഉപയോഗിക്കാം. പിന്നെ അത് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് മീനെടുത്ത് വെക്കണം കേട്ടോ. ഞാൻ ക്യാമറയും മീനും കൂടി ഇടാൻ പറ്റാത്തതുകൊണ്ട് ക്യാമറ അവിടെ വെച്ച് മീനിട്ട് ഇടാൻ നിന്നു കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ സ്റ്റവ് കുറച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ എന്തിനും ടേസ്റ്റ് കൂടും. ഫുൾ സ്പീഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പുറമൊക്കെ കരിയും, ഉള്ളു വേവില്ല, അപ്പോൾ ടേസ്റ്റും ഉണ്ടാവില്ല. കുറച്ച് കറിവേപ്പില അതിൻ്റെ മേലെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഒരു പുറം മൊരിയുമ്പോൾ മറിച്ചിട്ട് മറ്റേ സൈഡും വേവിച്ചെടുക്കാം കേട്ടോ. എണ്ണ കുറവുണ്ട്, അപ്പോൾ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്തിലും ഒരുപാട് എണ്ണകളൊക്കെ കുറക്കണത് നല്ലതാണ്. എന്തിലും ഒരുപാട് എല്ലാത്തിലും ഇങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് ആരോഗ്യത്തിന് ഇത് നല്ലതൊന്നല്ലല്ലോ. അപ്പോൾ വേണ്ട ആവശ്യത്തിന് നോക്കിയിട്ട് എണ്ണയൊക്കെ ഒഴിച്ചെടുക്കുള്ളൂ കേട്ടോ ഞാൻ. പിന്നെ ഒരു പുറമായിട്ടുണ്ട്, തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ തിരിച്ചും മറിച്ചും വേവിച്ചെടുക്കുക കേട്ടോ. കുറച്ച് സമയം ചെറിയ തീയിലാവുകൊണ്ട് പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം എന്നൊന്നുമില്ല. കുറച്ച് സമയം കഴിഞ്ഞൊരു പോയി വെക്കാൻ മതി. ഒരു 5-10 മിനിറ്റൊക്കെ കഴിയുമ്പോൾ ഒന്ന് പോയി മറിച്ചിട്ട് വെച്ചാൽ മതി കേട്ടോ. അതിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് അത് മറിച്ചിടണമെന്ന് തോന്നുള്ളൂ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ഇപ്പോൾ വീഡിയോ ഇടാത്തത് കൊണ്ടൊന്നും പറയാനൊന്നും കിട്ടുന്നില്ല, അറിയണമൊന്നും ശരിയാവണമില്ല. അപ്പോൾ അത്രേനേ ഉള്ളൂ കേട്ടോ.